പോയിന്റ് ഓഫ് വ്യൂന്ന് ഞാൻ നോക്കിയിട്ട് ഇത്രേ ഉള്ളൂ. വിറ്റ് പോവാൻ പാകത്തിനുള്ളത് ആ കേസാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോണത്. അല്ല, ഈ മാധ്യമ ധർമ്മം എന്നൊക്കെ ഇവര് പറയുമെങ്കിലും ഇതിനു മുന്നേ മറ്റേ ഈ മാധ്യമ പ്രവർത്തകൻ തന്നെ ഈ വക ഒരു കേസിൽ പെട്ടിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര ചർച്ച ചെയ്യുന്ന ആരും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞല്ല എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ കൊല്ലം വലിയ ഹൈപ്പ് സംഭവിച്ചില്ല, താഴേക്കും പോയില്ല. ഓപ്പനെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു വർഷമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. വീടൊക്കെ പണിത് പക്ഷെ വീട് പണിഞ്ഞപ്പോ സിസ്റ്റം എന്റെ 2024 എന്ന് പറഞ്ഞ റോളർ കോസ്റ്റർ ആയിരുന്നു. പല രീതിയിലും റോളർ കോസ്റ്റർ ആയിരുന്നു. ഉയർച്ച താഴ്ചകൾ ഇഷ്ടം പോലെ ഉണ്ടായി. പക്ഷെ എന്നെ സംബന്ധിച്ച് 2024 ഒരുപാട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തു. ഈ ഇക്കയായിട്ട് കൂടുതൽ കമ്പനി ആവണത് തന്നെ 2024 ആ ഒരു ടൈമിലാണ് കമ്പനി ആവണത് തന്നെ. മൊത്തത്തിലൊരു സർക്കിള് ഇപ്പൊ ഈ കലൂര് നമ്മളൊരു സർക്കിള് ഇത്ര സെറ്റ് ആയതും 2024 മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ 2024 കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട വർഷമാണ് 2024. അയ്യോ, ഫസ്റ്റ് ഡേ അതിൽ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. പക്ഷെ അത് പറഞ്ഞാൽ ചിലപ്പോ ഇവിടെ ഒരു അല്ലേ, അതായത് നമ്മുടെ കങ്കുവ സിനിമ ഇറങ്ങിയല്ലോ. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് പോയി കണ്ട കൂടെ കിടന്നുറങ്ങി ഇവർ രണ്ടുപേരും അറിഞ്ഞുള്ള എന്തോ ഭാഗ്യത്തിന് ഞാൻ ടിക്കറ്റ് എടുത്തില്ല, ഭാഗ്യത്തിന് ഞാൻ വന്നില്ല. ഇക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ 6:10 ഷേണ ഐസിൽ ഷോ ഉണ്ട് രാവിലെ. ഞാൻ ഒറ്റ ടിക്കറ്റ് ബാക്കിൽ കണ്ടു. നേരെ ഞാൻ സൂര്യയുടെ കടുത്ത ആരാധകനാണ്. അപ്പൊ എടുത്ത് ബുക്ക് ചെയ്തു. നേരെ രാവിലെ ആരോടും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് പോകുമ്പോ നമ്മള് 10 പേര് എങ്ങനെയും ഒപ്പിച്ചൊപ്പിച്ചാണ് പോവാറ്. അപ്പൊ ഇത് ടിക്കറ്റ് ഇല്ല, എനിക്ക് സൂര്യയുടെ ആയതുകൊണ്ട് കാണാണ്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. എന്നിട്ട് രാവിലെ തന്നെ ഇവിടുന്ന് ഇവരെ നല്ല ഉറക്കോ. ഞാൻ എണീറ്റു, കുളിച്ചു, യൂബർ വിളിച്ചു, പോയി പടത്തിന് പോട്ടെ, പടത്തിന് ഇരുന്നു. പക്ഷെ അല്ലെങ്കിൽ ഇപ്പൊ പടം ഓസ്കാർ അടിച്ചാണ്. അത് നീ ഇല്ല, അതെ, സത്യം ഒറ്റയ്ക്ക് പോയത് അതല്ല ഹൈലൈറ്റ്. ഞാൻ പോയി തിരിച്ചു വന്നു, കിടന്ന അതേ ഡ്രസ് ഇട്ട് ബെഡി. വല്ലാത്തൊരു അപരാധമായി പോയത്. അല്ല, പക്ഷെ എന്താ അറിയോ, 2024 കുറിച്ച് ഒരുപാട് നമുക്ക് നല്ലതും there is always ups and downs. ഒരു വഴിക്ക് നോക്കിയ ക്ഷമയുടെ നെല്ലിപ്പല കാണിച്ചൊരു വർഷം കൂടിയാണ് 2024. ബിബിൻ ചേട്ടൻ എന്തോ പറയാൻ? ബിബിൻ ചേട്ടൻ ഏറ്റവും നല്ല പാഠങ്ങൾ കിട്ടിയ ഒരു വർഷം, ഏറ്റവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പാഠങ്ങൾ കിട്ടി അനുഭവിച്ച വർഷം. ഇത്രയും കൊല്ലത്തെ 38 വയസ്സ് അതിനുള്ളില് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പാഠങ്ങൾ പഠിച്ച ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഈ ചില അസ്ഥിതകൾ എനിക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലവർക്ക് ഈ കമ്മ്യൂണിസം, ചിലവർക്ക് മറ്റേ അത് എന്നൊക്കെ പറഞ്ഞുള്ള ചില അസ്ഥിതകൾ എനിക്കും ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അൾട്ടിമേറ്റിൽ കിട്ടിയ ഒരു അജണ്ട അങ്ങോട്ട് മാറി കിട്ടി. ഈ 2025 മുതല് ഇനിയുള്ളത് പാഠം പഠിച്ചല്ല, ഇനി പരീക്ഷ പാസ്സായി ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയ പോലെയാണ്. അതിന്റെ നിങ്ങൾ ഈ ചക്രശ്വാസം വലിക്കുമ്പോൾ നമുക്കിടയ്ക്ക് അതിന്റെ ഇടയിൽ നല്ല മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം, കടുകിന്റെ കേസില് യെസ്, അതായത് വേറൊന്നുമല്ല, നമ്മളെ പെട്ടെന്ന് ഞാൻ തന്നെ പെട്ടെന്ന് ഇവര് പറഞ്ഞു ഇങ്ങനെ ആക്സിഡന്റ് പറ്റി, അപ്പോൾ ഇങ്ങനെ ICUലാണ്, ഇച്ചിരി ടാസ്ക്കാണ്. പക്ഷെ വേറൊന്നുമല്ല, ഫ്രണ്ട് മോറ് ഇതായിട്ട് മറ്റേത് മറിച്ച് അപ്പം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ സൈറ്റിൽ നെടുമ്പാശ്ശേരിയിൽ വർക്കിൻ്റെ ഇടയിൽ പണ്ടാരം എന്താണെന്ന് അറിയാൻ പാടില്ലല്ലോ. ഞാൻ അത് വെച്ച് പറഞ്ഞല്ലോ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്തായാലും ഞാൻ പറഞ്ഞടാ എനിക്ക് വർക്ക്. നീയാ വിളിച്ചത്? സത്യമാണോ വിളിച്ചത്? സത്യമാണ്, ജോപ്പനാണ്. അല്ല, സത്യം വിളിക്കുക.
ടാസ്ക് ഉണ്ടല്ലോ, അത് ഓരോടാണ് വിളിച്ചത്. എനിക്കിപ്പോഴും അപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും നേരെ റിനയിൽ അവൻ ഇപ്പം ഞാൻ വരുമ്പോഴും ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന് നിന്നിട്ട് ഇങ്ങനെ എന്താണ് അവസ്ഥ, ഇച്ചിരി പ്രശ്നമുണ്ടോ വെച്ചാൽ ഫേസ് ഇടിച്ച് വീണത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഫ്രണ്ട് ഇന്ന് നമുക്കൊന്ന് ഇത് ചെയ്തെടുക്കേണ്ടി വരും, ടെർമിനേറ്റർ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. സത്യം ഇല്ലട്ടാ, അതിനകത്ത് ഇതിപ്പോൾ ഞാൻ ഇതായിട്ട് പറയാമല്ലോ. അന്ന് അവനെ വൈകിട്ട് നേരെ റൂമിലോട്ട് മാറ്റി. അന്ന് ഞാനാണ് അവന് കൂടെ നിന്നത്, എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട്. അന്നത്തെ ദിവസം അത് സത്യം. ഇപ്പോൾ നമ്മളുടെ ഇനിയൊരു എപ്പിസോഡിൽ പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ കടികിനെ കൊണ്ട് അന്നത്തെ ഒരു എക്സ്പീരിയൻസ്. പല സത്യങ്ങൾ വിപിൻ ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. കടികിനെ കൊണ്ട് പല സത്യങ്ങളും പറയിപ്പിക്കാനുണ്ട്. അതായത് ഈ ആക്സിഡന്റിന് 2 ദിവസം മുന്നേ വിപിൻ ചേട്ടനും കടുകാണ് വിപിൻ ചേട്ടന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വിപിൻ ചേട്ടൻ അന്ന് സ്ഥലത്തുമില്ല, ആക്സിഡന്റ് നടക്കുമ്പോ സ്ഥലത്തുമില്ല. ആ സമയത്ത് പക്ഷെ നമ്മൾ ശരിക്കും പേടിച്ചു പോയി. അതായത് നമ്മുടെ ക്യാമറമാൻ ഡോൺ ഉണ്ട്, ക്യാമറമാൻ ഡോണും കടുകും കൂടിയാണ് ആക്സിഡന്റ് ആവണത്. അയ്യോ, അതിലൊരു രസകരമായ ഒരു കഥ ഞാൻ പറയാം കേട്ടോ. ഡോണ് ഈ ആക്സിഡന്റ് നടക്കുന്നതിന്റെ അന്ന് ഇവൻ പോക്കറ്റിൽ വൈറ്റ്നർ ഇട്ടുകൊണ്ട് ബെഡിൽ വന്നിരിക്കാണ്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവന്റെ ഒരു ഫുള്ള് വൈറ്റ് എഴുത്തുള്ള ഒരു ഷർട്ട് ഉണ്ട്. അപ്പൊ ഇവൻ വൈറ്റ്നർ വെച്ചിട്ടെ അത് എന്തിനാണ് വൈറ്റ്നർ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇവൻ പറയാണ്, അല്ല ഈ ടീഷർട്ടിൽ അഴുക്ക് വരുമ്പോഴേ വൈറ്റ് എന്നിട്ട് ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് ഞാൻ ആശുപത്രി ചെല്ലുമ്പോ കാണുമ്പോ ചോര ടീഷർട്ടില് ഈ ചോരയിട്ട് ടീഷർട്ട് കയറാനാണ് ഈ സമ്മതിക്കും. അപ്പൊ ടീഷർട്ട് വരുമ്പോ പറയാൻ എന്റെ ടീഷർട്ട് നമ്മളെ 2024 25 ചാടാം. ഓക്കെ, 2025. ഓക്കെ, ഇതിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2025 തുടങ്ങിയപ്പോ തന്നെ ബോച്ചെ തരംഗമാണ് കേരളത്തിൽ. അല്ല, ഇന്നൊരു റീല് കണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഏതൊരു ന്യൂസ് ചാനൽ എന്നറിയില്ല, അതിൽ ബോച്ചേനെ കൊണ്ടുപോകണതും അറസ്റ്റ് ചെയ്യണതും വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ ടാഗ് എഴുതി വെച്ചാണ് അതിന്റെ മൂലക്ക് പരസ്യം സ്പോൺസർ ചെയ്യണം. ഓജിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കണ്ടിട്ട് ഓജി പോലെയാണ് തോന്നുന്നത്. അത് വീഡിയോയിൽ പക്ഷെ എനിക്ക് നിലപാടുകളോടും ദ്വയാർത്ഥങ്ങളോടും എനിക്ക് അത്ര നല്ല നിലപാടല്ലെങ്കിലും അങ്ങനെ ദ്വയാർത്ഥങ്ങളായിട്ട് നമ്മൾ എടുക്കേണ്ട പഴയ പാട്ടുകൾ നോക്കി തന്നെ അറിയാം. ദ്വയാർത്ഥങ്ങളുടെ പെരുന്നാളാണ് കുറെ പാട്ടുകൾ. അത് തന്നെ പാടിയ എന്തോരം പേരുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം കൺസെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളത് മുതലെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഒരു നടി കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. ഇപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് ദ്വയാർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു, ഇയാളെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണെങ്കിലും അത് നേരത്തെ പുള്ളിക്കാരത്തി കഥ കേട്ടിട്ട് കൺസെന്റ് പുള്ളിക്കാരത്തിയുടെ അതൊരു ആർട്ടാണ്. എന്റെ അഭിപ്രായം പറഞ്ഞത് പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളിനെ മാർക്കറ്റ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് ജയിലിൽ കിടക്കാൻ എന്ന് പറയുന്നത് വെറുതെ ചെന്നിട്ട് മറ്റേ ജഗതിയ മറ്റേ സിനിമ കളിക്കില്ലേ ജൂനിയർ മാൻഡ്രേക്കില്, സാർ എന്നെ പിടിച്ചൊന്ന് സെല്ലിലിടൂ, എനിക്ക് മറ്റേ സാധനം കൊണ്ടുപോകണം. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ വേണേ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ വേണേ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആക്ച്വലി ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടതാണോ അങ്ങനത്തെ ഒരു അഭിപ്രായം എനിക്കില്ല. അതില്ല, അത് ഞാൻ അതിലേക്ക് കടക്കാതിരിക്കായിരുന്നു. ബിപിൻ ചേട്ടനോട് എല്ലാവരും ഒന്ന് ചോദിച്ചു പോകട്ടെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം പറയും. അതായത് എന്റെ അഭിപ്രായത്തില് അതായത് എന്തുകൊണ്ട് അതായത് ഈ കേരളത്തില് ഈ ദ്വയാർത്ഥ പ്രയോഗത്തെക്കായും ഈ കൊടുത്ത് ഇപ്പൊ ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുത്തു, ബോച്ചെ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ പണമുണ്ട്, അയാൾ രക്ഷപ്പെട്ടതൊക്കെ ശരിയാണ്. എന്നാലും വേറൊരു കേസിലും ഇല്ലാത്ത ഒരു ഹറി ഇതില് എന്തുകൊണ്ട് കേരള പോലീസ് ആണെങ്കിലും ശരി. പിന്നെ മാധ്യമങ്ങളുടെ കാര്യം നമുക്കറിയാം, അവരിപ്പോ മാധ്യമം മണ്ണാങ്കട്ട കൂപ്പ് എന്നൊക്കെ പറഞ്ഞാലും
അവർക്ക് PR. ബോച്ചയിലും വലിയ പരസ്യമൊന്നും അവർക്കില്ല. പിന്നെ ഈ ബോച്ചയോടൊപ്പം തന്നെ ഒരു പീഡന കേസും ഉണ്ട്. അതായത് വേറെ പല കേസുകളും നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതിലെ പ്രതികൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വണ്ടിയുടെ പുറകെ ഒരു ചേസ് ചെയ്യുന്നില്ല? എല്ലാത്തിനും ഒരു പ്രാധാന്യമല്ല. ഓക്കെ, അതിന് വലുതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. റേറ്റിംഗ്. അപ്പൊ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇപ്പൊ റേറ്റിംഗിന് മാത്രം വേണ്ടിയാണോ മാധ്യമം? എനിക്ക് ഇനിയൊരു സംശയം ചോദിക്കാം, എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കാം. ഇപ്പൊ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷെ ജനറൽ ആയിട്ടൊരു നോളജ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അപ്പൊ അതായത് ഇതിലും വലിയ എന്തെങ്കിലും മറച്ചു വെക്കാനാണോ ഈ പ്രശ്നം എന്ന് വരെ പലർക്കും സംശയിക്കാം. അടുത്ത ആഴ്ചയല്ലേ കേസ്? മറ്റേ നമ്മളെ കേസ് ഈ അടുത്ത് കേസ് വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു ടോക്ക് പല സ്ഥലത്തും ഒരു കേട്ടിരുന്നു, ഒരു കുശുകുശുപ്പ് കേട്ടിരുന്നു. അതായത് എക്സാലോജിക് പ്രൈവറ്റ് ലിമിറ്റഡ് ഡിസ്ബാൻഡ് ചെയ്തു കമ്പനി. പക്ഷെ അതിന്റെ പേരിലുള്ള ED കേസ് വീണ വിജയൻ, അത് പലരും ചർച്ച ചെയ്ത കേസുകൾ, വാർത്തയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. പക്ഷെ ഇപ്പൊ ചർച്ചയാവുന്നില്ല. ഇപ്പൊ അതിലും വലുത് ബോച്ചയാണ്. അല്ലല്ല, അതെന്തുകൊണ്ടാന്നറിയോ? അല്ലല്ല, ഇത് ന്യൂസിന്, അതായത് PR, ഇത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതായത് ഞാൻ പറയാലോ, ഇപ്പൊ ഈ പീഡനം എന്ന് പറഞ്ഞാലും നമ്മളത് ലഘുവായിട്ട് കാണേണ്ട ഒരു കാര്യമല്ലേക്കാ. അല്ല, ഞാൻ ഒരിക്കലും ബോച്ചേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് അതിനു വേണ്ടിയാണെന്ന് കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും ചിന്തിക്കും. മനസ്സിലായോ? ഇത് ന്യൂസ് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരാള് തീർച്ചയായിട്ടും അത് അവരുടെ മൈൻഡ്. നമ്മൾ മാത്രമല്ലല്ലോ അല്ലേ, നമ്മൾ മാത്രമല്ലല്ലോ ബുദ്ധിമാന്മാർ. ഇപ്പോഴായിട്ടൊരു സംഭവം ഓർത്തേ. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ ഇന്ന് വീട്ടിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വീട്ടിലിരുന്നപ്പോ, ഇവിടെ ന്യൂസ് ഒന്നും കാണാറില്ല, ന്യൂസിൽ ഞാൻ വളരെ വിചിത്രമായ ഒരു കമന്റ് കിട്ടി. ഏതോ ഒരു ആള് റിട്ടയർഡ് DSP അങ്ങനെ എന്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആള് ന്യൂസിൽ വന്നിരുന്നിട്ട് പറയാണ്, ഈ വസ്ത്രധാരണത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഓക്കെ അനുകരിക്കാം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കമന്റ് പറഞ്ഞു, പണ്ട് മറയ്ക്കാത്തൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നു, അന്ന് ഇവിടെ ഇത്രയും പീഡനം നടന്നതായിട്ടൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന്. എനിക്ക് വളരെ റിഡിക്കുലസ് ആയിട്ട് തോന്നിയ ഒരു കമന്റ് ആണത്. നിങ്ങൾക്ക് മേൽമുണ്ട് പോലും മര്യാദക്ക് ധരിക്കാൻ പറ്റൂല ഈ മറ്റേ തമ്പ്രാക്കന്മാരെ കാണുന്ന. ഞാൻ അതൊരു കൗതുകം കൊണ്ട് പറഞ്ഞ, കാരണം ഞാൻ വേറെ പല ടോക്കുകളും പല ഡിബേറ്റും കേട്ടു. പക്ഷെ ഇയാള് പറഞ്ഞപ്പോ ഞാൻ ഇത് മാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്തു. അതായത് മറയ്ക്കാത്ത കാലത്ത് ഇതൊന്നും കേട്ടില്ല. അത് ഇത്രയും ഉന്നതനായിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്ന ഒരു വ്യക്തി വളരെ അല്ലല്ല, ഞാൻ ഇതിനൊക്കെ എന്തെങ്കിലും പറയും. ഞാൻ ഹണി റോസിനാണ് സപ്പോർട്ട്. ഞാൻ ഹണി റോസിനെ കാണുന്നു. അല്ല, ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഹണി റോസിന് മാത്രമല്ല, നമുക്ക് രണ്ടുപേരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരുടെ ഭാഗത്തും ഇതുണ്ട്. അത് തെറ്റാവണത് ഇതൊരു തെറ്റാവണത് അല്ല, ബിസിനസ് അല്ല, തെറ്റാവണത് ഇതൊരു കേരളമാണ്. കേരളത്തിൽ ഇതാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വണ്ടി ആക്സിഡന്റ് ആയിക്കഴിഞ്ഞ MVD നേരെ എല്ലാം നിരോധിക്കുക, അല്ലെങ്കിൽ മറ്റേ സ്റ്റിക്കർ പൊളിച്ചു പറ്റുക, അല്ലെങ്കിൽ പിന്നെ റോട്ടിൽ കൂടി മറ്റേ ഈ സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി പോകുമ്പോ ബാക്കിൽ കൂടി പോകാനുള്ള ശ്രദ്ധ വെച്ച് പോകുന്നു. അപ്പൊ ഈ റോഡിന്റെ സൈഡിലുള്ള ചുറ്റും വെച്ച പരസ്യം, പല പല തരത്തിലുള്ള ബിൽഡിങ്, ഇതൊക്കെ മാറ്റണ്ടേ? ഇതിലെല്ലാത്തിനും ശ്രദ്ധ പോകൂലേ? അപ്പൊ ഇതൊക്കെ ഇവര് പൊളിച്ച് കളയും. ഇപ്പൊ ഒരു പ്രൈവറ്റ് ബസ്സിനെ ലൈറ്റ് വെച്ച് പിടിക്കുന്നവർ എന്തുകൊണ്ട് സർക്കാർ പറയട്ടെ, നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ, നമ്മളത് ഇത് അവർ വിവരമില്ലായ്മയെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളെ കാട്ടിയൊക്കെ വിവരമുള്ള ആളുകളാണ് ഇവരെല്ലാവരും. ഇപ്പൊ മറ്റേ വയനാട്ടിലെ പ്രശ്നം ഈ മോഡിഫൈ ചെയ്ത് വയനാട്ടിലെ പ്രശ്നം കഴിഞ്ഞപ്പോ തന്നെ ആ രക്ഷിച്ച ജീപ്പായിരിക്കും പെറ്റിയടിച്ച്. അതും ഇതുമായിട്ടാണ് കമ്പയർ നടക്കുന്നത്. ജീപ്പുകളല്ല, അവര് പറഞ്ഞ ഇറക്കിയ ജീപ്പുകൾ ഈ പ്ലാൻ കഴിഞ്ഞ് പ്രശ്നങ്ങൾ തീർന്നപ്പോ എല്ലാവർക്കും പോയി ഇപ്പൊ ആ പെറ്റി അടപ്പിച്ചെന്നുള്ള ന്യൂസ് മാത്രമേ വന്നുള്ളൂ. ഇത് മന്ത്രി ഇടപെട്ട് ഈ പെറ്റി ഒഴിവാക്കിയോ ഇല്ലയോ എന്നുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് മീഡിയ. ഇത്രേ ഉള്ളൂ. അവർ ആ ചൂട് കഴിഞ്ഞപ്പോ കഴിഞ്ഞു. ഇനിയിപ്പൊ അടുത്ത പ്രശ്നം അടുത്ത ആഴ്ച ചേട്ടൻ പറയാം. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയുടെ പുറത്താണ് ഒരുപാട് പരിപാടികളിവിടെ നടക്കുന്നത്. രാഷ്ട്രീയക്കാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങള്, ഈ പറഞ്ഞ മീഡിയ, ഈ പറഞ്ഞ ഈ ബോച്ചെ ഹണി റോസ് ഇഷ്യൂ ഉൾപ്പെടെ
ഇതെല്ലാം ഈ കാശിന്റെ പുറത്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ പുറകിൽ ഇതെന്തായാലും വേണം, കാശ് എന്തായാലും വേണം. പക്ഷേ സത്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരു ഡയലോഗ് കേട്ടോ, അലോഷി കമ്മ്യൂണിസ്റ്റ് ആണോ അലോഷി കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിക്കാല്ലേ? ആ ഡയലോഗ് ഓർമ്മയില്ലേ? എന്റെ സംസാരത്തിൽ ചിലപ്പോ കമ്മ്യൂണിസം പ്രതിഫലിക്കുമായിരിക്കും. എനിക്കും കുറച്ചാൾ മുമ്പ് വരെ അതിന്റെ ഒരു അസ്കിത ഉണ്ടായിരുന്നു. മാറ്റങ്ങളൊന്നുമില്ല, കമ്മ്യൂണിസം തന്നെയാണ്. കമ്മ്യൂണിസം അതൊരു വലിയൊരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പൊ അതിന്റേതും മറ്റേ ഓപ്പണായിട്ട് സംസാരിക്കത്തക്ക രീതിയിലുള്ള വിവരമൊന്നും ആയിട്ടില്ല. പക്ഷെ എനിക്കറിയാം കൂടെ നിൽക്കുന്നവനെ സമത്വത്തോടു കൂടി തന്നെ കാണുന്ന ഒരു അജണ്ടയാണ് ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അത് എന്റെ ജീവിതം കൊണ്ടിട്ട് എനിക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ട് എനിക്ക് അത് എന്തൊക്കെയാണ് എന്റെ ജീവിതം കൊണ്ട് എനിക്കത് പ്രതിഫലിപ്പിക്കാൻ പറ്റിയില്ല. പ്രതിഫലിപ്പിക്കേണ്ട ആൾക്കാര് എന്നെ പുറകിൽ നിന്ന് കുത്തിയപ്പോ എനിക്ക് എന്നെ ബുദ്ധിമുട്ടായി. അപ്പൊ സ്വാഭാവികം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? ഞാനും എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടില് എന്റേതായിട്ടുള്ള ജീവിതത്തിൽ നോക്കി നിന്നാ മതി. അങ്ങനെ എന്നിലേക്ക് മാത്രം ഒതുങ്ങി കൂടത്തക്ക രീതിയിൽ എന്നെ മാറ്റിയെടുക്കും. അതാണ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസം കൊണ്ട് ഇത്ര നാൾ നടന്നത് കൊണ്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. കമ്മ്യൂണിസം പറഞ്ഞില്ലേ കാര്യത്തിലേക്ക് അടുത്ത മാസം കേസിന്റെ കാര്യം പറയും. എന്താണ് ഇത്രയും ഈ ഒരു കേസ് പീഡന കേസ് ഇതേപോലെ പൊങ്ങിയിട്ടില്ല. പീഡന കേസ് ഇങ്ങനെ പൊങ്ങിയിട്ടില്ല. ഇപ്പൊ ഒറ്റയുടെ കേസ് പൊങ്ങി. അതിന്റെ പറവിൽ അടുത്ത ആഴ്ച ഒരു കേസ് നടപ്പുണ്ട്. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാല് രാഷ്ട്രീയം അത്ര നിരീക്ഷിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ എന്നാലും നമുക്ക് ഊഹാപോഹങ്ങളായിട്ടാണെങ്കിലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഓക്കെ, യെസ്, എല്ലാത്തിനും എവിഡൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ അത് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, കണ്ണടച്ച് അങ്ങോട്ട് നിരാകരിക്കാൻ പറ്റാത്തൊരു കേസ്. അല്ല, ഞാൻ പറയാം, സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. അതായത് ഏത് പാർട്ടി എന്ത് പാർട്ടി എന്നുള്ളതല്ല, ഇലക്ഷൻ കഴിയുന്നവരെ പാർട്ടി ഉള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ സർക്കാരാണ്. അല്ല ഞാൻ പറയട്ടെ, പോയിന്റ് ഒന്ന്. അല്ല, അതിലേക്കാണ് വരുന്നത്. അതായത് ഇപ്പോ സർക്കാര് അറിയാലോ ഇത്ര വർഷമായി. അതായത് പല സ്ഥലത്തും ഞാൻ കണ്ടേക്കണ ഒരുപാട് ഫാസിസ്റ്റ് നിലപാട് ഏറ്റവും കൂടുതൽ വന്നേക്കണം ഇപ്പോഴത്തെ സർക്കാരിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ അണികളിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ഇങ്ങനെ ഫാസിസ്റ്റ് നിലപാടുകൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്നുണ്ട്. എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ജനറൽ എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കണത്, അങ്ങനെ ഈ കഴിഞ്ഞ ഒരു 2, 3, 4 കൊല്ലത്തിനിടയിൽ വളരെ മോശം അഭിപ്രായമാണ് മൊത്തത്തിലുള്ളത്. ഇനി വരാനിരിക്കുന്ന ഒരു ചർച്ച ശരിക്കും ഈ പറഞ്ഞ വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ ED കേസിന്റെ എന്താ പറയാ കേസ് പിന്നെയും വാദോ എന്തോ പൊങ്ങി വരാനുള്ള ഒരു സാധ്യത അടുത്ത ഈ മാസം തന്നെ അതിന്റെ പല കേസുകളും. ഇത് രണ്ടും കൂടി കൂട്ടിക്കുറയ്ക്കണ്ട. ചിലപ്പോ ഈ അമ്മേനെ തല്ലിയാലും രണ്ട് വശം പറയുന്ന നാടാണ് നമ്മുടെ തന്നെ, നമ്മളത് ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു പക്ഷെ ആയിരിക്കാം, ചിലപ്പോ അത് മറയ്ക്കാൻ വേണ്ടി ഇത് ചെയ്തതായിരിക്കാം. എനിക്ക് അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് സമ്മതിക്കാൻ പറഞ്ഞാല് ഞാൻ അതിനു വേണ്ടി മാത്രം അതിനെ ഫുള്ളായിട്ട് ഇതായിട്ട്. പക്ഷെ എനിക്കറിയില്ല വിജയുടെ. പക്ഷെ അതല്ല, അല്ലെങ്കിൽ ഒരു കേസ് വന്നാൽ ഇതാണ് ഇവിടെ കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം നോക്കുമ്പോ ഇതാണോ ഇത്ര ഹൈപ്പ് കൊണ്ടുവരണ്ട ചർച്ച ചെയ്യുന്നത്? അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് ഇവരൊക്കെ ഒരു അഴിമതി ചെയ്തിട്ട് അതിന്റെ വാദം തുടങ്ങിയിട്ട് അതിന്റെ ഒരു ന്യൂസ് പോലും ഒരു ഹെഡ്ലൈൻ പോലും ഒരു പക്ഷെ ആയിരിക്കാം. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, പീഡന കേസിന് പിടിച്ചിട്ട് 2 ആഴ്ച പോലും അകത്ത് കിടക്കാത്ത സിനിമാക്കാരുണ്ട് കഴിഞ്ഞ 2024
അയ്യോ അതാലോചിച്ച് കാര്യം പറയണം കേട്ടോ. ഒരു കാര്യം എനിക്ക് പറയണം. അതായത് ദിലീപ് എന്ന് പറയുന്ന നടൻ ഉണ്ടല്ലോ,